ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം ജീവിതം വഴിമുട്ടിയ എടക്കര സ്വദേശിനിക്ക് നിയമസഹായം വാഗ്ദാനം ചെയ്ത് കേരള വനിതാ കമ്മീഷൻ അംഗം VR മഹിളാ മണി. ഒരു വർഷം മുൻപാണ് എടക്കര സ്വദേശിനിയായ യുവതി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്ക് വിധേയയായത്. തുടർന്ന് മുറിവ് ഉണങ്ങാതിരിക്കുകയും ശാരീരികമായ മറ്റ് പ്രയാസങ്ങളെയും തുടർന്ന് ചെയ്യുന്ന സാഹചര്യത്തിൽ യുവതി വനിതാ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. Peace Public School, Kottakkal, nurturing world-class leaders. ഓപ്പറേഷനിലെ പിഴവ് പരിഹരിക്കാൻ രണ്ടാമതും മൂന്നാമതും ശസ്ത്രക്രിയ നടത്തിയെന്നും യുവതി ആരോപിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ ഈ പരാതി പരിഗണിച്ചു. പരാതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിരുന്നു. റിപ്പോർട്ടിൽ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് ആശുപത്രിക്കും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കുമെതിരെ നിയമ നടപടിക്ക് വനിതാ കമ്മീഷൻ അംഗം ശുപാർശ ചെയ്തു. യുവതിക്ക് ആവശ്യമായ നിയമസഹായം നൽകുമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടന്നൊരു സർജറിയുടെ പിഴവ് മൂലം ഒരു സ്ത്രീ അവശത അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പരാതി നമുക്ക് ഇവിടെ കമ്മീഷൻ മുൻപാകെ നേരത്തെ കിട്ടിയിരുന്നതാണ്. കഴിഞ്ഞ വർഷമാണ് ആ സർജറി നടന്നത്. യൂട്രസ് റിമൂവ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ സ്ത്രീ അതിൽ പിഴവ് മൂലം ആ സ്ത്രീ ഇപ്പോഴും നന്നായിട്ട് യൂറിൻ സമയത്തല്ല വിചാരിക്കാത്ത സമയങ്ങളിൽ യൂറിൻ പോയിക്കൊണ്ടിരിക്കുകയും ഇപ്പോഴും അതിൻ്റെ മുറിവ് ഉണങ്ങാത്ത ഒരു സാഹചര്യമാണ്. അന്ന് നടന്ന സർജറിക്ക് ശേഷം ആ സർജറിയിലെ പിഴവ് ആണെന്ന് മനസ്സിലാക്കി ഡോക്ടർ 2 പ്രാവശ്യം കൂടി സർജറി ചെയ്യേണ്ടി വന്നു എന്നാണ് അറിഞ്ഞത്. എന്തായാലും ആ സ്ത്രീ ഇവിടെ വന്നിരുന്നു. അവർക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല. അവർ താഴെ എത്തിയതിനു ശേഷം നമ്മളെ അറിയിച്ചു. ഞങ്ങൾ അവിടെ ചെന്നവരെ കേൾക്കാണ് ഉണ്ടായത്. ജില്ലാതല അദാലത്തിൽ 11 പരാതികൾ തീർപ്പാക്കി. പരാതികളിൽ ഭൂരിഭാഗവും ഗാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടവയായിരുന്നു. പരിഗണനയ്ക്ക് വന്ന 42 പരാതികളിൽ 5 കേസുകൾ തുടർ നടപടിക്കായി പോലീസിന് കൈമാറി. 26 കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. അഡ്വക്കേറ്റ് ബീന കരുവാത്ത്, അഡ്വക്കേറ്റ് ഷീന, കൌൺസിലർ ശ്രുതി നാരായണൻ, വനിതാ സംരക്ഷണ ഓഫീസർ TM ശ്രുതി തുടങ്ങിയവരും പങ്കെടുത്തു. മലബാർ ടൈംസ്, മലപ്പുറം.